वेलकम टू हिंदी हब ഡിയർ സ്റ്റുഡൻസ്. SSLC ഹിന്ദി ദില്ലിക്ക് ഉനിയംദേം എന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കാവുന്ന പടുകഥയും ലെറ്ററും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ഒരുപാട് സംഭാഷണങ്ങൾ നിറഞ്ഞൊരു ചാപ്റ്ററാണിത്. സംഭാഷണം നൽകിയിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പടുകഥ ചോദിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. നമുക്കാദ്യം ഒരു പടുകഥയുടെ സ്ട്രക്ചർ നോക്കാം. പടുകഥ അല്ലെങ്കിൽ തിരക്കഥ എഴുതുമ്പോൾ ആദ്യം സീൻ 1 ഓർ ദൃശ്യ 1 ഏതോ എഴുതി കൊടുക്കാം. ഈ സീൻ 2, സീൻ 3 ഒക്കെ എഴുതി കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് സീൻ 1 ഓർ ദൃശ്യ 1. നെക്സ്റ്റ് സ്ഥലം എവിടെ വെച്ചിട്ടാണെന്നുള്ള സ്ഥലം എഴുതുക. സമയം ടൈം എഴുതുക. കഥാപാത്രങ്ങളുടെ പേര് എഴുതുക. ഉമ്ര അവരുടെ വയസ്സ്. വേഷഭൂഷ അവരുടെ വസ്ത്രവിധാനം എന്താണ് ധരിച്ചിട്ടുള്ളത് എന്ന് എഴുതുക. ഘടന സംഭവം. ഈ ഘടന എന്ന് ഇതുപോലെ എഴുതി കൊടുക്കരുത്. ഘടന എഴുതേണ്ടത് അവിടെ എന്തൊക്കെയാണോ സംഭവിച്ചത് അത് എഴുതുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എഴുതുമ്പോൾ അത് എഴുതിയിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നടന്ന കാര്യങ്ങൾ അപ്പോൾ എന്ത് സംഭവിച്ചു എന്നത് എഴുതിയിട്ട് ഇതുപോലെ ബ്രാക്കറ്റ് ഇടുക. പിന്നെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ. അതിനുശേഷം ലാസ്റ്റ് ദൃശ്യസമാപ്ത് നിർബന്ധമില്ല എന്നാലും എഴുതി കൊടുക്കാം. ഈ ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതെല്ലാം നിർബന്ധമായി ഇതുപോലെ തന്നെ എഴുതണം. ഘടന ഇതുപോലെ എഴുതി കൊടുക്കരുത്. കഥാപാത്രങ്ങൾ പാർട്ട് 1 പാർട്ട് 2 ഇതിങ്ങനെയല്ല, അത് അവരുടെ പേരൊക്കെ ആയിട്ട് എഴുതുക. ഈ രൂപത്തിലാണ് പടുകഥ തയ്യാറാക്കേണ്ടത്. പടുകഥ, തിരക്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം. ലേഖിക കെ ഗർമേം രാജാറാം ആയ. ലേഖികയുടെ വീട്ടിൽ രാജാറാം വന്നു. ലേഖിക ഉസ്കെ ബാരെ മേ ജ്യാദാ ജാൻന ചാഹ്തി ഹെ. ലേഖിക അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇസ് ഘടന പർ പടുകഥ തയ്യാർ കരെ. ഈ സംഭവത്തെ കുറിച്ച് പടുകഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖികയുടെ വീട്ടിൽ വന്നത് നമ്മുടെ കഥയിലെ അവസാന ഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പടുകഥ കൂടിയാണിത്. നോക്കാം ഈ പടുകഥ എങ്ങനെ എഴുതാമെന്ന്. ആദ്യം ദൃശ്യ 2, ദൃശ്യ 1 എന്നൊക്കെ പറയാം. കഥയുടെ അവസാന പോർഷൻ ആയതുകൊണ്ട് 2 കൊടുത്തു. സ്ഥാൻ എവിടെ വെച്ചിട്ടാണ്? ഗഗൻഗില്ലിന്റെ, ലേഖികയുടെ വീട്ടിലോട്ടാണ് വന്നത്. ലേഖിക ആരാണ്? ഗഗൻഗിൽ കാ ഘർ, ഗഗൻഗില്ലിന്റെ വീട്. സമയ് സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക്. പടുകഥ എഴുതുമ്പോൾ പാഠപുസ്തകത്തിൽ സമയം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സമയം എഴുതാം. ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാഠഭാഗത്തില് രാവിലെ 10 മണിക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. കഥാപാത്രം ഗഗൻഗിൽ രാജാറാം, ഗഗൻഗിലും രാജാറാമും. ഉമ്ര വയസ്സ്, ഗഗൻഗിലിന്റെ വയസ്സ് 45 സാൽ എന്ന് കൊടുത്തിട്ടുണ്ട്. രാജാറാം 25 സാൽ, 50 സാൽ. അപ്പോ ഗഗൻഗിലിന്റെ വയസ്സ് കൊടുത്തിട്ടുള്ളത് 45. അത് പാഠപുസ്തകത്തിൽ തന്നിട്ടില്ല, നമ്മളൊരു വയസ്സ് കൊടുത്തതാണ്. രാജാറാമിന്റെ വയസ്സ് 50 സാൽ, ഇത് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേഷഭൂഷ അവരുടെ വസ്ത്രവിധാനം. ഗഗൻഗിൽ സാടി എന്ന് വെച്ചാൽ സാരിയാണ്. രാജാറാം പാന്റ് ഔർ ഷർട്ട്, പാന്റും ഷർട്ടും. ലേഖിക ബഡേ കമരയ്ക്ക് അന്തർ സോഫെ പർ ബൈഠത്തെ ഹെ. ലേഖിക വലിയ മുറിക്കുള്ളിൽ സോഫന്മേൽ ഇരിക്കുന്നു. രാജാറാം കമരയ്ക്ക് ദർവാസെ പർ വിനമ്രത സെ ഖടാ ഹെ. രാജാറാം എവിടെയാണ്? കമരയ്ക്ക് ദർവാസെ പർ, മുറിയുടെ വാതിൽക്കൽ. വിനമ്രത സെ ഖടാ ഹെ, വിനയത്തോടു കൂടി നിൽക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഘടന. ഘടന എഴുതിയിട്ട് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. വളരെ ഈസി ആയ ഒരു പടുകഥയാണിത്. ഈ പടുകഥ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ബാത്ത് ചീത്ത് അല്ലെങ്കിൽ സാക്ഷാത്കാർ. എന്താണ് ബാത്ത് ചീത്ത്? കോൺവെർസേഷൻ. സാക്ഷാത്കാർ ഇന്റർവ്യൂ. അങ്ങനെ എന്ത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും ഈ പടുകഥ നന്നായിട്ട് പഠിച്ചാല്. ഇനി കോൺവെർസേഷൻ. രാജാറാം നമസ്തേ. രാജാറാം കയറി വരികയാണ്. നമസ്തേ. ലേഖിക നമസ്തേ. ആയേ ബൈഠിയേ, വരൂ ഇരിക്കൂ. അല്ലെ, വളരെ ഈസിയാണ്. രാജാറാം ഉസ് ബഡേ കമരേ മേ ആകർ ഫർഷ് പർ ബൈഠ് ജാത്താ ഹേ. രാജാറാം വലിയ മുറിക്കുള്ളിൽ വന്നിട്ട് തറന്മേൽ ഇരിക്കുന്നു, നിലത്തിരിക്കുന്നു. ഫർഷ് ഫ്ലോറിൽ ഇരിക്കുന്നു. അപ്പോ രാജാറാം വന്നിട്ട് ഫ്ലോറിലാണ് ഇരുന്നത്. ലേഖിക സോഫെ പർ ബൈഠിയേ, സോഫയിൽ ഇരിക്കൂ, സോഫയിൽ ഇരുന്നാലും.
രാജാറാം പറയണ നെഹീം നോ വേണ്ട. മേം ആപ്കാ സോഫ ഗന്ദാ നെഹീം കർണാ ചാഹ്താ. ഞാൻ നിങ്ങളുടെ സോഫ മലിനമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ സോഫ മലിനമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാജാറാം പറഞ്ഞു. ദെൻ ലേഖിക നാം ക്യാ ഹെ ആപ്ക, നിങ്ങളുടെ പേരെന്താണ്? വീട്ടിൽ വെച്ചിട്ടാണ് പേര് ചോദിക്കുന്നത് അല്ലെ. രാജാറാം, അദ്ദേഹം പറഞ്ഞു രാജാറാം. ലേഖിക രാജാറാം കൈസാ ഹെ, രാജാറാം സുഖമാണോ? രാജാറാം ടീക്കുഹും, സുഖമാണ്. അപ്പൊ അവിടേക്ക് ആ ഭാഗങ്ങളിലൊക്കെ വളരെ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലേഖിക ഗർ കഹാം ഹേ, വീട് എവിടെയാണ്? രാജാറാം ഉന്നാവ്, യു പിയിലെ ഉന്നാവ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വീട്. ലേഖിക ഓട്ടോ ചൽന കൈസേ ശുരു കിയ, ഓട്ടോ ഓടിക്കാൻ എങ്ങനെയാണ് ആരംഭിച്ചത്? രാജാറാം പഹ്ലെ 8 സാൽ തക്ക് റിക്ഷ ചലാത്ത രഹ, ആദ്യം 8 വർഷം ഞാൻ ഓട്ടോ ഓടിച്ചിരുന്നു. റിക്ഷ ഓട്ടോ ഒക്കെ സെയിം ആണ് കേട്ടോ, ഓട്ടോ ഓടിച്ചിരുന്നു. ഫിർ പിന്നീട് 1.5 സാൽ ഏക് അമീർ ആദ്മി കി സേവാക്കി, ഒരു 1.5 വർഷം ഒരു അമീർ ആദ്മിയുടെ കീഴിൽ ജോലി ചെയ്തു. അമീർ ആദ്മി ധനികനാണ് കേട്ടോ. അപ്പോഴോ ഉനോനെ മുച്ചേ യഹ് പുരാന ഓട്ടോ ലേ ദിയ, അദ്ദേഹമാണ് എനിക്ക് ഈ പഴയ ഒരു ഓട്ടോ തന്നത്. അപ്പൊ ഇപ്പോൾ യഹി ഓട്ടോ ചലാത്ത, ഇപ്പോൾ ഞാൻ ഈ ഓട്ടോ ആണ് ഓടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം 8 വർഷം റിക്ഷ ഓടിച്ചിരുന്നു, പിന്നീട് ഒരു 1.5 വർഷം ഒരു ധനികന്റെ അവിടെ ജോലി ചെയ്തിരുന്നു, അമീർ ആത്മിയുടെ അടുത്ത് ജോലി ചെയ്തിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ഈ പഴയ ഓട്ടോ വാങ്ങിച്ചു തന്നത്. ഇപ്പോൾ അബ് യഹി ഓട്ടോ ചലാത്ത, ഇപ്പോൾ ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്നു. ലേഖിക ഉസ്സേ പഹലെ ക്യാ കർത്തേ, അതിനു മുൻപ് നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? ഉസ്സേ പഹലെ, അതിനു മുൻപ്, ക്യാ കർത്തേ, എന്ത് ചെയ്തിരുന്നു? ദെൻ രാജാറാം ഗാവ് മേ മസ്ദൂരി കർത്താത, ഗ്രാമത്തിൽ തൊഴിൽ ചെയ്തിരുന്നു, കൃഷി ചെയ്തിരുന്നു അല്ലെ, ഗ്രാമങ്ങളിൽ കൃഷി ചെയ്തിരുന്നു. ലേക്കിൻ പക്ഷേ ബാരിഷ് കെ കാരൻ ഗർ നഷ്ടു ഹോകയ, മഴ കാരണം എന്റെ വീട് നശിച്ചു പോയി. ഭൂഖ് മരീതി, വളരെ വിശപ്പായിരുന്നു, പട്ടിണിയായിരുന്നു. ഇസിലിയെ, അതുകൊണ്ട്, മേം അപ്പന പേട് ഭർണേ കേലിയെ ദില്ലി ആകെ, അതുകൊണ്ട് പട്ടിണിയായി, വീട് നശിച്ചു. അതുകൊണ്ട് മേം അപ്പന പേട് ഭർണേ കേലി, ഞാൻ എൻ്റെ വയറ് നിറക്കാൻ വേണ്ടി, പേട് വയർ നിറക്കാൻ വേണ്ടി ദില്ലി ആകെയാ, അതാ ദില്ലിയിൽ വന്നതായിരുന്നു. ലേഖിക ഓട്ടോ ചലത്തെ ഹുയെ കൈസേ ലഗത്താ ഹേ, ഓട്ടോ ഓടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് ഇപ്പൊ നിങ്ങൾ ഓട്ടോ ഓടിക്കുമ്പോൾ തോന്നുന്നത്? അപ്പൊ എന്താണ് രാജാറാം പറഞ്ഞത്? ഓട്ടോ ബിടി മുഷ്കിൽ സവാരി ഹേ, ഓട്ടോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. ജവാബ് ജവാൻ ഡ്രൈവർ ഓം കേലിയെ ടിക് ഹേ, എന്നാൽ ചെറുപ്പക്കാരായ ഡ്രൈവർമാർക്കൊക്കെയാണ്. എനിക്ക് പറ്റില്ല, ചെറുപ്പക്കാരായ ഡ്രൈവർമാർ, യുവാക്കളായ ഡ്രൈവർ ആണെങ്കിൽ അവർക്കൊക്കെയാണ്. മേരെ ജൈസേ കേലിയെ, എന്നെ പോലുള്ളവർക്ക് പറ്റില്ല. എന്നെ പോലുള്ളവർക്ക് പറ്റില്ല ഓട്ടോ ഓടിക്കാൻ, അത് വളരെ ബുദ്ധിമുട്ടാണ്. ലേഖിക ഉമ്ര ക്യാ ഹോഗി ആപ്പക്കി, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? അപ്പോ എന്നെ പോലുള്ളവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? രാജാറാം ക്യാ പത, ആർക്കറിയാം. ഷായത് 50 സാൽ, ഒരു പക്ഷെ 50 വയസ്സുണ്ടാവും. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ഉറപ്പില്ല എത്ര ഉണ്ടാവും. 50 സാൽ, ഒരു 50 വയസ്സുണ്ടാവും. ലേഖിക ആപ്കേലി അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹൈ, നിങ്ങളുടെ ഒരു നല്ല ദിനം എന്നായിരുന്നു? അങ്ങനെ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഒരു നല്ല കാലം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല കാലം എന്നായിരുന്നു എന്ന് ചോദിക്കാണ് രാജാറാം. മുച്ചേ നെഹിമാനും, എനിക്കറിയില്ല, എനിക്കതൊന്നും അറിയില്ല. ദോ വക്ത് കി റൊട്ടി മിൽ ജായേം കെ നീമത്ത് ഹേ, 2 നേരം ഫുഡ് കിട്ടുന്നത്, ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് തന്നെ വളരെ ഒരു സൗഭാഗ്യമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ലേഖിക ടിക് ഹേ ജി, ശരി, ജി എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് കൊടുക്കാണ്. ധന്യവാദ്, നന്ദി. ഇങ്ങനെ സംഭാഷണം അവസാനിക്കാണ്. ലാസ്റ്റ് ദൃശ്യ സമാപ്തി കൂട്ടിച്ചേർക്കുക. ഈ ഒരു ഇവരുടെ കോൺവെർസേഷൻ നിങ്ങൾക്ക് വളരെ വലുതായിട്ട് തോന്നാം, എന്നാലും ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേഖികയുടെ 5 ക്വസ്റ്റ്യനും രാജാറാമിന്റെ ഒരു 5 ആൻസറും, ഇപ്പോൾ ഇവിടെ എഴുതിയത് ഒരു 5 ആയിട്ടെങ്കിലും നിങ്ങൾ പഠിക്കുക. മാക്സിമം ഇത് മുഴുവൻ പഠിക്കാൻ നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവർ 2 പേരും 10 എണ്ണം ലേഖിക ചോദിക്കുന്നതും രാജാറാം ആൻസർ പറയുന്നത്, അങ്ങനെ 5 ആയിട്ടെങ്കിലും നിങ്ങൾ പഠിക്കണം.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പത്ര നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കത്ത് തന്നെയാണ് ഇത്. ക്വസ്റ്റ്യൻ നോക്കാം. राजा राम के बारे में बताते हुए लेखिका अपनी सहेली के नाम पत्र लिखती है. രാജാറാം കെ ബാരമേം, രാജാറാമിനെ കുറിച്ച് ബത്താത്തെ ഹുയെ പറഞ്ഞുകൊണ്ട് ലേഖിക, നമ്മുടെ ഗഗൻഗിൽ ലേഖിക അപ്പനി സഹേലിക്ക് നാം പത്ര ലിഖിത്തി, തന്റെ ഫ്രണ്ടിന്റെ പേരിൽ ഒരു കത്ത് എഴുതാണ്. വഹ് പത്ര കൽപ്പന കർക്കെ ലിഖേം, ആ കത്ത് നിങ്ങൾ എങ്ങനെ എഴുതണം? സങ്കല്പിച്ചിട്ട് എഴുതണം. പാഠഭാഗത്ത് ഈ കത്തൊന്നുമില്ല, അത് നിങ്ങൾ സങ്കല്പിച്ചിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെയാണ് കത്തെഴുതുന്നത്? കത്തെഴുതുമ്പോൾ കത്തെഴുതി കഴിഞ്ഞിട്ട് ഇതുപോലെ കോളം വരക്കണം. കത്തെഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ സ്ഥലവും തീയതിയും കൊടുക്കണം, സ്ഥാൻ തീയതി. അതുപോലെ ലാസ്റ്റ് സേവാമയും ടു അഡ്രസ്സ്, പേര്, അഡ്രസ്സ് അതുപോലെയൊക്കെ കൊടുക്കണം. ഇതിൽ ബ്ലൂ കളറിൽ വരുന്നതൊക്കെ എല്ലാ കത്തിലും കൊടുക്കാൻ പറ്റുന്നതാണ്. കത്ത് എഴുതി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കണം. കത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യ പാരഗ്രാഫിൽ എന്ത് കൊടുക്കണം? നമ്മുടെ കുശലാന്വേഷണങ്ങളൊക്കെ കൊടുക്കണം. എന്തിനാണ് കത്ത് എഴുതുന്നതെന്ന ഉദ്ദേശം ഒരു സെന്റൻസിലാക്കിയിട്ടും കൊടുക്കണം. എന്നാൽ സെക്കൻഡ് പാരഗ്രാഫിലോ മുഖ്യ വിഷയം, ഇവിടെ എന്താണ്? രാജാറാമിനെ കുറിച്ച് വർണ്ണിക്കാനാണ് ഈ കത്തെഴുതുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ രാജാറാമിനെ കുറിച്ച് വർണ്ണിക്കാണ്. തേർഡ് പാരഗ്രാഫിൽ എന്താണ്? ഒരു നിഷ്കർഷ്, എന്താ അങ്ങനെ പറഞ്ഞ സന്ദേശം എഴുതുകയാണ്. ഇത് അവരോട് പറയാനുള്ള കാരണം എന്താണ്, അവരുടെ ജീവിത സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ എഴുതുക. പിന്നെ ലാസ്റ്റ് ഒരു ലൈനായിട്ട് എന്ത് കൊടുക്കുക? സമാപ്ത്, ഒരു സമാപനം കുറിക്കുക. ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ എന്ത് കൊടുക്കണം? റൈറ്റ് സൈഡിൽ സ്ഥാൻ തിഥി എന്ന് കൊടുക്കുക. പ്ലേസും ഡേറ്റും ആണ് കേട്ടോ. ഇവിടെ പ്ലേസും ഡേറ്റും എഴുതി കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ എഴുതാം. പ്രിയ മിത്ര, പ്രിയപ്പെട്ട കൂട്ടുകാരി. നമസ്കാർ, നമസ്കാരം. ഖുഷ് ഹേന, സുഖം തന്നെ അല്ലേ? ആശാഹേത്തും സ്വസ്ഥ ഹോങ്കി, ഞാൻ വിചാരിക്കുന്നു നിനക്ക് സുഖമാണെന്ന്. ഈ ഭാഗങ്ങളൊക്കെ എല്ലാ കത്തിലും എഴുതി കൊടുക്കാം. മേം തുമേ രാജാറാം നാമക് ഏക് വ്യക്തി കെ ബാരെ മേം ബത്താനെ കെ ലിയെ യഹ് പത്ര ലിഖ് രഹി ഹും. ഞാൻ നിനക്ക് രാജാറാം എന്നൊരു വ്യക്തിയെ കുറിച്ച് നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദോ ദിൻ പഹലെ, 2 ദിവസം മുൻപ്, ബിർള മന്ദിർ കെ പാസ്, ബിർള മന്ദിറിന്റെ അടുത്ത് നിന്ന്, ഗർ ആത്തെ സമയ, വീട്ടിലോട്ട് വരുന്ന സമയത്ത്, മേരി ഉസ്സെ പഹച്ചാൻ ഹുയി, ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തെ കണ്ടത് ബിർള മന്ദിറിന്റെ അടുത്താണ്, വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ്. വഹ ഉത്തർപ്രദേശ് കെ ഉന്നാവ് കാ രഹ്നെ വാലാ ഹെ, അദ്ദേഹം ഉത്തർപ്രദേശിലെ ഉന്നാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളായിരുന്നു. കൈ വർഷവും പഹലെ റോസ്ഗാർ കി തലാഷ് മേം യഹാം ആയാതാ, കൈ വർഷ പഹലെ, കുറെ വർഷങ്ങൾക്ക് മുൻപ്, റോസ്ഗാർ, തൊഴില്, തലാഷ് മേം, അന്വേഷിക്കാൻ, കണ്ടെത്താൻ, യഹാം ആയാത, ഇവിടെ വന്നതായിരുന്നു. പഹലെ വഹ് റിക്ഷ ചലാത്താത, ആദ്യം അദ്ദേഹം എന്താണ് ഓടിച്ചിരുന്നത്? റിക്ഷ, ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു. ആദ്യം അയാള് റിക്ഷ തന്നെയായിരുന്നു ഓടിച്ചിരുന്നത്. ബാദമേം, പിന്നീട്, ഏക് ദയാലു വ്യക്തിനെ, ഒരു ദയാലുവായ ഒരു വ്യക്തി, ഉസേക്ക് പുരാന ഓട്ടോ ദിൽവാദിയ, അദ്ദേഹത്തിന് ഏക് പുരാന ഓട്ടോ, ഒരു പഴയ ഓട്ടോ, ദിൽവാദിയ, നൽകി, അദ്ദേഹത്തിന് ഒരു പഴയ ഓട്ടോ നൽകി. കൽ വഹ് മേരെ ഗർ ആയാതാ, ഇന്നലെ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. ഇപ്പൊ സെക്കൻഡ് പാരഗ്രാഫിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരണം നൽകി. കൽ വഹ് മേരെ ഗർ ആയാതാ, ഇന്നലെ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിരുന്നു. ഉസ്നെ ബത്തായ, അദ്ദേഹം പറഞ്ഞു, കി ഗാവ് മേം ഉസ്കാ ഗർ ബാരിഷ് മേം ഗിർ ഗയാ, ഗ്രാമത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വീട് മഴയിൽ വീണുപോയി, മഴയിൽ തകർന്നു പോയി. ബാരിഷ്, മഴ. ഇസ്ലിയെ, അതുകൊണ്ട്, അബ് വഹ് ബേഗർ ഹെ, ഇപ്പോൾ അദ്ദേഹത്തിന് വീടില്ല. ഗർ, വീട്, ബേഗർ, വീടില്ലാത്തയാളാണ്. വഹ് കൈ വർഷോം സെ അപ്പനെ ഓട്ടോമേം ഹി സോത്താ ഹെ, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ തന്നെയാണ് ഉറങ്ങുന്നത്. ഓട്ടോമേം ഹി, ഓട്ടോയിൽ തന്നെയാണ്, സോത്താ ഹെ, ഉറങ്ങുന്നത്.
ഉസേ ധൻ കാ ലാലച്ച് നഹീം ഹെ, അദ്ദേഹത്തിന് ധനം സമ്പാദിക്കുക എന്നൊരു അത്യാഗ്രഹം ഒന്നുമില്ല. ലാലച്ച് അത്യാഗ്രഹം, പണത്തോട് അത്യാഗ്രഹം ഒന്നുമില്ല. ദോ സമയ്ക്ക് റൊട്ടി കമാ ലേനെ ഹി വഹ് അപ്പന സൗഭാഗ്യം മാനത്താ ഹേ. ദോ സമയം, 2 നേരം ഫുഡ് കിട്ടുക, ഫുഡിന് വേണ്ടിയുള്ള പണം സമ്പാദിക്കുന്നത് തന്നെ അദ്ദേഹം വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഐസേ ലോഗ് ഹമേം സന്തോഷ് ഔർ മെഹ്നത്ത് കാ മഹത്വ സിക്കാത്തെ ഹെ. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് സന്തോഷവും അതുപോലെ പരിശ്രമത്തിന്റെ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിന്റെ മഹത്വവും സിക്കാത്തെ പഠിപ്പിച്ചു തരുന്നു. ഹം നെഹീം ജാൻതെ, നമ്മൾ അറിയുന്നില്ല. ഐസേ കിത്തനെ ഹീ ലോഗ്, ഇങ്ങനെ എത്ര ആളുകളെ ഹമാരെ സമാജ് മേ ജീത്തെ, നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇതുപോലെയുള്ള ആളുകൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇതാണ് അത് അവർക്ക് കത്തെഴുതാനുള്ള കാരണം. നെക്സ്റ്റ്, ആശാ ഹേ തും കബ് കുശൽ ഹോ, തും സബ് കുശൽ ഹോ, ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന്. പത്രിക ഉത്തർ അവശ്യതേന, കത്തിന് മറുപടി തീർച്ചയായും നൽകണം, തീർച്ചയായും അയക്കണം. ആരാണ്? തുമാരി സഹേലി, നിന്റെ കൂട്ടുകാരി. ഇവിടെ ഗഗൻഗിൽ ആണ് കത്തെഴുതുന്നത്. ഗഗൻഗിൽ, ഹസ്താക്ഷരാണ് കേട്ടോ, സൈനാണ്. നെക്സ്റ്റ് അതിന്റെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ സേവാമേം, നാം പദ, സേവാമേം ടു എന്ന അഡ്രസ്സാണ്. നാം പേര്, പദ അഡ്രസ്സ്. ടൂട്ടിട്ട് നമ്മൾ പേരും അഡ്രസ്സും എഴുതുമല്ലോ. ഇതൊരു കുഞ്ഞു ബോക്സിലാക്കി വെക്കണം. എന്നിട്ട് പത്രം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പത്രം മുഴുവൻ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏത് ഡൗട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. താങ്ക് യു.